പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു. വെൽക്കം ടു ദ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ്. നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം ക്രമമായിട്ട് പഠിക്കാനുമായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഈ സമയം വളരെ വിലയേറിയതായിട്ട് ഞാൻ കണക്കാക്കുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത് ലെസൺ 41 ആണ്. അതായത് ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗം 1 മുതൽ 7 വരെയുള്ളതായ അധ്യായങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ സെക്കൻഡ് പാർട്ടാണ് ദാനിയേലിൻ്റെ പുസ്തകം. അതായത് പ്രത്യേകിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നതായ ആ പ്രവചന ഭാഗമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ ഭാഗങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും മറന്നുപോവുക പതിവാണ്. ചിലപ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ മാറ്റിവെക്കുക പതിവാണ്. ചിലപ്പോൾ അത് ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വായിക്കാൻ തന്നെ നമ്മൾ മടി കാണിക്കുന്നതായ കാര്യങ്ങളാണ്. എന്നാൽ ഈ ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിലെ ലോക സാമ്രാജ്യങ്ങൾക്ക് കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അതിനു മുമ്പ് തന്നെ പ്രവചിക്കുകയും അതെല്ലാം ലോകത്തിൽ അതുപോലെ സംഭവിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ എല്ലാം തന്നെ അതുപോലെ നടക്കുന്നു എന്ന് നമ്മൾക്ക് വിശ്വസിക്കുവാനും അതിൻ്റെ തന്നെ ബാക്കിയുള്ളതായ ഒടുവിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാനും പ്രവചനത്തിൽ നമ്മൾക്ക് വിശ്വസിക്കുവാനും കർത്താവ് ഇടയാക്കി തരും എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. 2-ാം അധ്യായത്തിലുള്ളതായ നെബൂഖദ്നേസർ രാജാവിൻ്റെ ബിംബത്തെക്കുറിച്ചുള്ളതായ ഒരു സ്വപ്നമുണ്ട്. അതുപോലെ തന്നെ ദാനിയേൽ 7-ാം അധ്യായത്തിലുള്ളതായ മൃഗങ്ങളെക്കുറിച്ച് കണ്ടതായ സ്വപ്നവുമുണ്ട്. ഇത് 2 സ്വപ്നങ്ങളും ഒരുപോലെ ലോക സാമ്രാജ്യങ്ങൾ എങ്ങനെ പോകുന്നു, എങ്ങനെയായിരുന്നു എൻ്റെ സ്വഭാവം, എവിടെ അത് അവസാനിക്കും, മുന്നോട്ടുള്ളത് കാര്യങ്ങൾ എങ്ങനെയെന്ന് ഈ ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഇന്ന് നമ്മൾക്കും അത് മനസ്സിലാക്കുവാനായിട്ട് ലഭിക്കുന്ന സമയങ്ങൾ വളരെ വിലയേറിയതാണ്. ഇവിടെ അത് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ബാബിലോൺ രാജ്യം വളരെ തേജസ്സുള്ളതായി, പവറുള്ളതായി, അധികാരമുള്ളതായി, ശക്തിയുള്ളതായി വിളങ്ങുന്ന ആ ബിംബത്തിൻ്റെ തലഭാഗമാണ്, സ്വർണം കൊണ്ടുള്ളതായ ഭാഗമാണ് അവിടെ നമുക്ക് കാണുന്നത്. ദാനിയേൽ അത് പറയുന്നുണ്ട്, രാജാവേ അങ്ങ് തന്നെയാണ് ഈ ബിംബത്തിൻ്റെ തലയുടെ ശ്രേഷ്ഠമായ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ദാനിയേൽ ഇതിനോടനുബന്ധിച്ച് ഈ ബാബിലോണിനെ കുറിച്ച് കാണുന്നതായ സ്വപ്നം സിംഹതുല്യമായ ഒരു മൃഗം, സിംഹം പോലെയുള്ളതായ ഒരു ഘോര മൃഗത്തെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അതും ബാബിലോണിനെ കുറിക്കുന്നതാണ്. രണ്ടാമത്തെ ലോക സാമ്രാജ്യം എന്ന് പറയുന്നത് കഴുത്തിന് ഈ തലയ്ക്ക് താഴെയുള്ളതായ കഴുത്തും കൈകളും ചേർന്നുള്ളതായ ഭാഗമാണ്. അത് വെള്ളി കൊണ്ട് ഉണ്ടാക്കിയത്. ഈ സ്വർണത്തേക്കാൾ അല്പം ശക്തി കുറഞ്ഞതുമായ മേദ്യ പേർഷ്യ രാജ്യമാണ് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അതിനോട് ചേർന്ന് ദാനിയേൽ കണ്ടതായ സ്വപ്നം എന്ന് പറയുന്നത് 7-5 അത് സിംഹത്തേക്കാൾ അല്പം ബലം കുറഞ്ഞതായ, ശക്തി കുറഞ്ഞതായ, കരടിയുടെ സാദൃശ്യമുള്ളതായ ലോകരാജ്യത്തെയാണ് അവിടെ ഈ ദാനിയേൽ കാണുന്നത്. എന്നാൽ അതും കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ബലം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോക സാമ്രാജ്യമായിട്ട് കുറേ വർഷങ്ങൾ അവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ താമ്രം കൊണ്ട് നെഞ്ച് ഭാഗം ഉണ്ടാക്കിയേക്കുന്നതായ ഈ നെബൂഖദ്നേസർ കണ്ടതായ ബിംബമാണ്. അത് ആരെ കുറിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് ഗ്രീസിൽ നിന്നും കടന്നു വന്നതായ അലക്സാണ്ടർ എന്ന് ഉള്ളതായ ആ ചക്രവർത്തി പടുത്തെടുത്തതായ ഒരു സാമ്രാജ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ഈ സാമ്രാജ്യത്തെക്കുറിച്ച് തന്നെ ദാനിയേൽ കണ്ടതായ സ്വപ്നത്തിൽ കാണുന്നത് പുള്ളിപ്പുലി പോലെയുള്ളതായ മൃഗം, പുള്ളിപ്പുലി എന്ന് അവിടേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. പുള്ളിപ്പുലി എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നതായ ഒരു മൃഗമാണല്ലോ. ഇത് അലക്സാണ്ടറുടെ ജീവിതം എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ വളരെ ഫാസ്റ്റായിട്ട്
ലോകത്തിൻ്റെ അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ ലോകങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് സമുദ്രത്തിൻ്റെ അടുത്ത് ചെന്ന് സമുദ്രമേ നീ ഒരു കരയായിരുന്നെങ്കിൽ, രാജ്യമായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതായ ഒരു ചക്രവർത്തിയായിരുന്നു ഈ അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്നത്. എന്നാൽ തൻ്റെ 33-ാമത്തെ വയസ്സിൽ താൻ ന്യൂമോണിയ പിടിച്ച് യുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോകുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷമായിട്ട് തൻ്റെ 4 ജനറൽസ് തൻ്റെ സാമ്രാജ്യം വിഭജിച്ച് എടുക്കുകയും കുറേ നാൾ അങ്ങനെ പോവുകയും ചെയ്തു ആ സാമ്രാജ്യം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതായ തുടയുടെ ഭാഗമാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദാനിയേൽ അതിനോട് ചേർന്ന് കാണുന്നത് 7-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യമാണ്. ഘോരവും ഇരുമ്പ് പോലെ തകർക്കുന്നതുമായ ഒരു മൃഗത്തേക്കാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ഗ്രീസ് സാമ്രാജ്യത്തിന് ശേഷമായിട്ട് കടന്നു വരുന്നത് റോമാ രാജ്യമാണ്. റോമാ സാമ്രാജ്യം വളരെ ഭയങ്കരമായിട്ട് ശക്തിയേറിയതായിട്ട് ഇരുമ്പ് പോലെ തകർത്തുകൊണ്ട് ആണ് രാജ്യങ്ങൾ ഭരിച്ചിരുന്നത്. മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്ന, അത്രമാത്രം ശക്തമുള്ളതായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ റോമാ സാമ്രാജ്യവും നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ വീണുപോയി, തീർന്നുപോയി എന്ന് നമ്മൾക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 41-ൽ കാണുന്നത് ഈ കാലും അതുപോലെ തന്നെ വിരലുകളൊക്കെ ആ ബിംബത്തിൻ്റേത് ഇരുമ്പും കളിമണ്ണും ചേർത്ത് ബലം ഇല്ലാതെയും ബലം ഉള്ളതുമായ ഭാഗങ്ങൾ കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് അത് എപ്പോഴും വളരെ വേഗം ഉടഞ്ഞു പോകുന്നുള്ളതായ സാധ്യത ആയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദാനിയേൽ കണ്ടതായ അതിനോട് ചേർന്നതായ സ്വപ്നം എന്ന് പറയുന്നത് 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അതായത് 10 കൊമ്പുള്ളതായ മൃഗം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ളതായ ഐഡിയകളും ആശയങ്ങളും പവറും ഒക്കെ ചേർത്തുകൊണ്ട് പലർ ചേർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡെമോക്രസി നമ്മൾക്ക് പരിചയമുള്ളതാണ്. അധികം നാൾ നിലനിൽക്കുകയില്ല. പല വിവിധങ്ങളായ അഭിപ്രായങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ളതായ ഒരു രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണുന്നത്. ഇന്ന് ഡെമോക്രസിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാം. എന്നിട്ട് ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് 2:35 നെബൂഖദ്നേസർ കാണുന്നത് ഒരു കല്ല് തൊടാതെ ഇങ്ങനെ അവിടെ ഉരുണ്ടു വന്ന് ഇതിൻ്റെ ഇടിച്ച് തകർത്ത്, എന്നാൽ അതൊരു മഹാപർവ്വതമായി തീർന്നു എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദാനിയേൽ കാണുന്നതായ ഇതിന് സദൃശ്യമായ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് 7-ാം അധ്യായത്തിൻ്റെ 27-ൽ കാണുന്നത്. ദാനിയേൽ അതിന് കൊടുത്തിരിക്കുന്നത് നിത്യ രാജത്വം എന്നാണ്. അത് ഒടുവിൽ അതിൻ്റെ സമാപ്തിയിലേക്ക് കടന്നു വരുന്നതായ ഇസ്രായേലിനെയും ജെറുസലേമിനെയും ഒക്കെ പുനരുദ്ധരിക്കുന്നതായ ആ ഒരു ചിത്രമാണ് കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ഈ ബിംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദാനിയേൽ മൃഗങ്ങളെക്കുറിച്ചും കണ്ടതായ സ്വപ്നങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിച്ചത്. ആ ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ ഈ പറഞ്ഞതായ ക്രമത്തിൽ വരികയും അതെല്ലാം മാറ്റപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഡെമോക്രസിയാണ് ഒടുവിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതും ആ ദൈവരാജ്യം ഇവിടേക്ക് കടന്നു വരുന്നു. അതൊരു കടന്നു വന്നിട്ട് ഒരു വലിയ സാമ്രാജ്യമായിട്ട് അത് തീരുന്നതായ ഒരു കാര്യമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ കല്ലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 118-ാം സങ്കീർത്തനത്തിൻ്റെ 21, 22, 23 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആരും അറിയാതെ എല്ലാവരും തള്ളിക്കളഞ്ഞതായ ഒരു കല്ല് ഇതാ മൂലക്കല്ലായിട്ട് തീർന്നിരിക്കുന്നത് ദൈവത്താൽ സംഭവിക്കുന്നതായ കാര്യം ഇവിടെ നമുക്ക് പുതിയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസ് 20:17-18 എന്നീ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുന്നത്
ഈ കല്ല് ആരുടെ മേൽ എങ്കിലും വീണാൽ അത് അതിനെ ധൂളിപ്പിക്കുന്ന കല്ലാണ്, അതിനെ പൊടിയാക്കി കളയുന്നതാണ്, പാറിപ്പിച്ച് കളയുന്നതായ കല്ലാണ്. ആരാണ് ഈ കല്ല്? ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും നമ്മൾ ചാപ്റ്റർ 9 കടന്നു വരുമ്പോൾ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരും എന്നുള്ളതായ കാലസംഖ്യ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ദാനിയേലിന് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചു. ദാനിയേലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനകത്ത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന ആത്മാവുള്ള ഒരു പ്രവാചകനായിരുന്നു ഈ ദാനിയേൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് ദാനിയേലിൻ്റെ ഒരു വലിയ പ്രാർത്ഥന നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഈ പ്രാർത്ഥന നോക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സെൽഫിഷായിട്ടുള്ള പ്രാർത്ഥനയാണ്, കുടുംബത്തിലും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഉള്ളതായ സാധാരണയുള്ളതായ പ്രാർത്ഥനയാണ്. എന്നാൽ എല്ലാം നമുക്ക് വായിക്കുവാനായിട്ട് സമയമില്ലല്ലോ. ഇവിടെ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാനിയേലിൻ്റെ പ്രാർത്ഥന 9-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ കർത്താവേ കേൾക്കണമേ. തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത്, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. ആക്ച്വലി ദാനിയേൽ എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ പാപങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യാതൊരു വിധമായ കുറ്റങ്ങളും അവനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവത്തോട് വളരെ ഹൃദയപൂർവ്വം ഇടപെടുകയും പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ട് ബന്ധവുമുള്ളതായ ഒരു മനുഷ്യനാണ്. എന്നാൽ അവൻ പറയുകയാണ്, കർത്താവേ ക്ഷമിക്കണമേ എന്ന്. താൻ ഈ പുസ്തകം നമ്മൾ നോക്കി വരുമ്പോൾ താൻ തൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ, പിതാക്കന്മാർ ചെയ്തതായ പാപങ്ങൾ ഈ ജനത്തോട് ക്ഷമിക്കണമേ എന്ന് ഇടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത വാചകം ഇങ്ങനെയാണ്, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ അവിടുത്തെ ചെവിയിലേക്ക് വരണം, അത് കേൾക്കണം. അത് മാത്രവുമല്ല, അവിടുത്തെ കൈകൊണ്ട് പ്രവർത്തിക്കണമേ. അതിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോടുകൂടെയുള്ളതായ പ്രാർത്ഥനയാണ്. അടുത്ത വാചകമെന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിൻ്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. നിന്നെ തന്നെ ഓർത്ത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റേതായ ഒരു വിലയുണ്ട്, ഒരു നിലയുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അപ്പോൾ നിന്നെ തന്നെ ഓർത്ത്, ഞാൻ പഠിച്ചിരിക്കുന്നതായ വചനമൊക്കെ ഓർത്തുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ നിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥന വെക്കുകയാണ്, ഇത് നടത്തിത്തരണമേ എന്നാണ് അവന് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ ഇത് താമസിക്കരുതേ എന്നാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. 9-ന്റെ 21-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു 1-2 കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പറയട്ടെ. 21-ാമത്തെ വാക്യം 9-ാമത്തെ അധ്യായത്തിൽ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്തെ എന്നോട് അടുത്ത് വന്നു. അതിനകത്ത് 2 കാര്യങ്ങൾ, 2 പോയിൻറ്റ്സ് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത്, ആദ്യമെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിച്ചാൽ ശക്തിയാണ്, പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കണം, ക്ഷീണിച്ചു പോകരുത്, ക്ഷീണിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നതായ ദാനിയേൽ ഇവിടെ വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പലപ്പോഴും ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ആയിട്ടുള്ളതായ ഉപവാസം അല്ല എങ്കിൽ തന്നെയും ഈ സ്വാദ് ഭോജനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അത്യാവശ്യമായ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായ ഒരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും അനേകം ആൾക്കാർ ദാനിയേൽ
ഫാസ്റ്റിങ് ഒക്കെ എടുക്കാറുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പലവിധമായ വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ ശരീരത്തിൽ ക്ഷീണിക്കുന്നു, മാനസികമായി ക്ഷീണിക്കുന്നു, ഒരുപക്ഷെ ആത്മാവിലും താൻ ക്ഷീണിച്ചു കാണും. കാരണം ഈ വിഷയത്തിൻ്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കാത്തിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയങ്ങൾ കഴിയും തോറും ക്ഷീണങ്ങൾ ഉണ്ടാകും എന്നുള്ളതായ കാര്യം നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അതിൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. എന്നാൽ ക്ഷീണിച്ചാലും നമ്മളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക. അവിടെ ദൈവം പ്രത്യക്ഷപ്പെടും എന്നുള്ളതായ വാക്കാണ് നിങ്ങളെ ഈ സമയം ഞാൻ ഓർപ്പിക്കുവാനായിട്ട് പോകുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. മറ്റൊരു വിഷയം എന്ന് ഞാനിവിടെ ഓർപ്പിക്കുവാനായിട്ട് പോകുന്നത് ഇവിടെയാണ്. സമയം ദർശനത്തിൽ കണ്ടായ ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്തെ എന്നോട് അടുത്തു വന്നു. ഈ ദാനിയേലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്നതായ ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. യെരുശലേമിൻ്റെ നേരെ നോക്കി പ്രാർത്ഥിക്കുന്നതായ സ്വഭാവമുണ്ടായിരുന്നു. ദൈവത്തോട് ഈ കാര്യങ്ങളൊക്കെ സന്നിധിയിൽ വെച്ച് അപേക്ഷ കഴിക്കുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്നതായ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്ത് വന്നു. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ സന്ധ്യായാഗം അല്ലെങ്കിൽ പ്രഭാതയാഗം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജീവിതത്തിലെ ഒരു പ്രിൻസിപ്പിളാണ്. ആ സെറ്റ് സമയത്ത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് നമ്മുടെ സൃഷ്ടാവിനെ മീറ്റ് ചെയ്യുന്ന സമയമാണ് ആ സമയം. അത് വളരെ വിലപിടിപ്പുള്ളതായിട്ട് സന്ധ്യായാഗമായിട്ട് എല്ലാ സന്ധ്യകളിലും നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമ്മളുടെ കാര്യം ദൈവം ലിസൺ ചെയ്യുകയും ചെയ്യും. പ്രഭാത സമയവും അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവം അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ റെഡിയായിട്ട് അവിടെ ചെന്നതിന് ശേഷമായിട്ട് നമ്മൾ പറയണം, കർത്താവെ ഞാനിവിടെ റെഡിയായിട്ട് വന്നിരിക്കുന്നു, നിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആ സാന്നിധ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് രണ്ട് സ്നേഹിതന്മാർ പോലെ സംസാരിക്കുന്നത് പോലെ സംസാരിപ്പാൻ നമ്മളുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ സംഗതിയാണ്. ഇവിടെ ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു സമയമാണ് നമ്മൾക്ക് കാണുന്നത്. താൻ ക്ഷീണിച്ചിരുന്നു എങ്കിൽ തന്നെയും അവൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്തെ ഗബ്രിയേൽ ദൂതൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അസന്ധ്യാസമയത്ത്, സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് പ്രിപ്പറേഷനോട് കൂടെ, വലിയ പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരുക്കത്തോടുകൂടെ കടന്നു ചെന്നപ്പോൾ ഇതാ ദൈവം തൻ്റെ മെസ്സേജുമായിട്ട് അടുത്തു വരുന്നതായ സന്ദർഭമാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നീ ഏറ്റവും പ്രിയനാണ്. നമ്മൾ ദൈവത്തോട് ഇടപെടാതെ അകന്നു പോകാതെ ബാലൻസ്ഡ് ലൈഫായിട്ട് വിശുദ്ധിയെ തികച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ഈ ദാനിയേലിനെ പോലെ നമ്മളെക്കുറിച്ചും ദൈവം പറയും, എനിക്ക് ഏറ്റവും പ്രിയ പുരുഷനാണ് നീ എന്ന് പറയും. അല്ലെങ്കിൽ പ്രിയ മകൾ ആകുന്നു എന്ന് പറയുന്നുവെങ്കിൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷനാണ്, അല്ലെങ്കിൽ ഒരു സാക്ഷ്യമാണ് ദൈവത്തിൽ നിന്നും ഈ ദാനിയേലിന് ലഭിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. 22-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നു, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. ബിഗിനിങ്ങിൽ തന്നെ ഈ ബുക്കിൽ പറയുന്നുണ്ട് നല്ല ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഉള്ളവരായിരുന്നുവെന്ന്. അതുമാത്രവുമല്ല, ദൈവം അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനമൊക്കെ കൊടുത്ത് ഭരണതലത്തിലും ഏറ്റവും ടോപ്പാകുവാൻ വേണ്ടി ഇവരെ ദൈവം സഹായിച്ചു. എന്നിട്ട് വീണ്ടും ഇതാ ഈ കാര്യത്തിൽ ദൈവം
പ്രത്യേകമായ ബുദ്ധിയും ജ്ഞാനവും ഉപദേശിച്ചു കൊടുക്കുവാൻ വേണ്ടി തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ മനസ്സിലാകാത്ത പല കാര്യങ്ങളും നമ്മൾക്കുണ്ടായിരുന്നേക്കാം. ചോദ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നേക്കാം. ഇതിൻ്റെ അർത്ഥമെന്താണ്? ഇതെന്താണ് സംഭവിക്കാതിരിക്കുന്നത്? ഇതെന്നാണ് സംഭവിക്കുന്നത്? വചനത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെനിക്ക് വേണ്ടി ഉള്ളതാണല്ലോ, എനിക്ക് മനസ്സിലാക്കാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഈ ദാനിയേലിന് കൊടുത്തതുപോലെ ബുദ്ധിയും ജ്ഞാനവും നമ്മൾക്ക് നൽകി തന്ന് നമ്മളെ നടത്തുന്ന ദൈവമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മളുടെ ഇന്നത്തെ പാഠത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് ദാനിയേലിൻ്റെ ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നതായ ആ പ്രവചന ഭാഗം, അല്ലെങ്കിൽ ആ ദർശനം വിവരിക്കുന്നതായ ഭാഗം. അത് പ്രത്യേക എഴുതിയിരിക്കുന്നതായ പ്രധാന ഭാഗമെന്ന് പറയുന്നത് 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ളതായ വാക്യങ്ങളാണ്. ഇവിടെ ദൂതൻ അവിടെയൊക്കെ കടന്നു വരുമ്പോൾ എന്താണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്? 24-ാമത്തെ വാക്യം അല്ലെങ്കിൽ 23 മുതലുള്ളതായ വാക്യത്തിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നീ ഏറ്റവും പ്രിയനാകയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അപ്പോൾ ദാനിയേലിനെ അറിയിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ്? അതുകൊണ്ട് കാര്യം നീ ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. ദൈവം കൊടുക്കുന്ന ദർശനങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം, മറന്നു പോകരുത് എന്നാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. എന്നാൽ ദാനിയേൽ ഇതൊക്കെ ഗ്രഹിച്ചു, അത് എഴുതി വെച്ചു എന്ന് നമ്മൾക്ക് അത് സീൽ ചെയ്ത് വെച്ചു എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. 24-ാമത്തെ വാക്യം, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ചില വിവരങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ഈ 70 ആഴ്ചവട്ടത്തിനുള്ളിൽ സംഭവിക്കണം, അല്ലെങ്കിൽ ഈ ആഴ്ചവട്ടം കൊണ്ട് സംഭവിക്കണം എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നടക്കേണ്ടത് ഈ കാലഘട്ടത്തിന് ഉള്ളിൽ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24-ാമത്തെ അധ്യായത്തിൽ അതിക്രമത്തെ തടസ്സം ചെയ്യണം, പാപങ്ങളെ മുദ്രയിടണം, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപത്തിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ആരാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? ദൈവപുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന അകൃത്യത്തിന് പ്രായശ്ചിത്തം ഈ കാലഘട്ടത്തിനുള്ളിൽ, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടത്തിനുള്ള കാലഘട്ടത്തിനുള്ളിൽ അതും നടക്കണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി നടത്തുവാനും, നിത്യമായ ഒരു നീതി നടത്തണം, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അത് ദാനിയേലിൻ്റെ ജനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വിശുദ്ധ നഗരത്തിന് വേണ്ടിയിട്ടുമാണ്. യെരുശലേമിനു വേണ്ടിയും, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ ജനത്തിന് വേണ്ടിയും, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയും, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, യെരുശലേമിനോടുള്ള ബന്ധത്തിലാണ് ഈ 70 ആഴ്ചവട്ടം കർത്താവ് ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ അതിനിടയിൽ സഭയുടെ ചരിത്രം വരുന്നുണ്ട്. അത് നമ്മൾ പുറകാലെ പഠിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾക്ക് മുൻപോട്ട് പോകുമ്പോൾ അത് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഇവിടെ ദാനിയേലിൻ്റെ ചില കണക്കുകൾ ഗബ്രിയേൽ ദൂതൻ നൽകുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായ 70 വർഷങ്ങളോ
അല്ലെങ്കിൽ 70 ആഴ്ചകളോ അല്ല നമ്മൾ കാണുന്നത്. എന്നാൽ ചില വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. അതൊരു പ്രൊഫറ്റിക് പീരിയഡ് ഓഫ് 77 എന്നാണ്. 70 ഏഴുകളുടെ സെറ്റുകൾ, 70 സെറ്റ്സ് ഓഫ് 7 എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് 490 വർഷങ്ങളാണ് ടോട്ടലായിട്ട് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 70 സെറ്റ്സ് ഓഫ് 7 എന്ന് നമ്മൾക്ക് കാണാം. എന്നാൽ ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, എന്നാണ് ഈ കാലഘട്ടം ആരംഭിക്കുന്നത്? ഈ ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നതായ ഈ കാലം എന്നാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ പ്രത്യേകം ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യത്തിൽ നമ്മൾക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. 9:24-25 എന്നീ വാക്യങ്ങളിൽ അത് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ 70 ആഴ്ചവട്ടം 70 സെറ്റ്സ് ഓഫ് 7 ഉണ്ടായിരിക്കണം. എന്നാൽ അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇത് ആരംഭിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ 24-ാമത്തെ വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നതായ നാൾ മുതൽ അഭിഷക്തനായ ഒരു പ്രഭു 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 70 വർഷമുണ്ട്. അത് ആരംഭിക്കുന്നത് 70 ആഴ്ചവട്ടമുണ്ട്. അത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ബാബിലോണിൽ ഇസ്രായേൽ മക്കൾ പ്രവാസികളായിട്ട് ചെന്നതിന് ശേഷം യെരമ്യ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രവാസകാലം 70 വർഷമാണ്. അങ്ങനെ 70 വർഷം കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് BC 457 അർത്ഥസൃഷ്ടി രാജാവ് കൽപ്പിച്ചിട്ട് എസ്ര പുറപ്പെടുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അത് 49 വർഷങ്ങൾ എടുത്തു ആ പണി തീർക്കുവാനായിട്ട്. അപ്പോൾ BC 457 അർത്ഥസൃഷ്ടി രാജാവ് ഈ ബാബേലിൽ നിന്നും തൻ്റെ ജനത്തിന് പോയിട്ട് പണിയുവാൻ വേണ്ടി യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തു എന്ന് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് 7 വീക്സ് എന്ന് പറയുന്നത്. അതായത് 49 വർഷങ്ങൾ. ആ വർഷങ്ങൾ കൊണ്ടാണ് ഈ ദേവാലയം അവിടെ അവർ പോയി പണിതത്. അത്രയും വർഷങ്ങൾ എടുത്തു അവർക്ക് അവിടുത്തെ പണി തീർക്കുവാനായിട്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ 49 വർഷം അർത്ഥസൃഷ്ടി രാജാവ് ബാബിലോണിൽ നിന്നും ജനങ്ങൾ തിരികെ യെരുശലേമിലേക്ക് പോയി ദേവാലയം പണിയുന്നതിനുള്ളതായ കൽപ്പന പുറപ്പെടുവിച്ചതായ നാൾ മുതൽ 49 വർഷങ്ങൾ വരെയുള്ളതായ ആ വർഷങ്ങളാണ് ആദ്യത്തെ 7 ആഴ്ചകൾ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് 62 ആഴ്ചകളാണ് അടുത്തതായിട്ട് നമ്മൾക്ക് കാണുന്നത്. അത് 434 വർഷങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 69th വീക്കിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിവിടെ നമ്മൾ വായിച്ചല്ലോ 26-ാമത്തെ വാക്യത്തിൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ 62 ആഴ്ചക്കാലം എന്ന് പറയുമ്പോൾ 434 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ
കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും അഭിഷക്തനായിട്ട് കടന്നു വരുന്നു, ദൈവപുത്രനായിട്ട് കടന്നു വരുന്നു, അല്ലെങ്കിൽ മശിഹായായിട്ട് കടന്നു വരുന്നു. എന്നാൽ അവൻ ഛേദിക്കപ്പെടുന്നത് AD 33 എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതായത് 69th വീക്കാണ്. അപ്പോൾ ആദ്യത്തെ 7 ആഴ്ചകളും 49 വർഷവും പിന്നീടുള്ളതായ 62 ആഴ്ചകളും കഴിയുമ്പോഴാണ് ഈ എസ്രായുടെയും സെരുബാബേലിൻ്റെയും അതുപോലെ തന്നെ സെക്കരിയാവ്, ഹഗ്ഗായി മുതലായ പ്രവാചകന്മാരുടെ സമയങ്ങളിലൊക്കെ ദേവാലയം പണിതിനു ശേഷമായിട്ട് മലാക്കിയുടെ പ്രവചനങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം ഇല്ലാതെ അതിന് ശേഷമായിട്ട് 400 വർഷങ്ങൾ ഉണ്ടായിരുന്നു. ആ വർഷങ്ങൾ ചേർത്തുള്ളതായ സമയങ്ങളാണ് ഈ 434 വർഷങ്ങൾ അല്ലെങ്കിൽ 62 വീക്സ്, 62 ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ 62 ആഴ്ചയും കഴിയുമ്പോൾ എന്ന് പറയുന്നത് മലാക്കി പ്രവചനവും കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം കടന്നു വരുമ്പോഴാണ് നമ്മുടെ അഭിഷക്തൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. ആ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. AD 33 യേശു ക്രൂശിൽ മരിച്ചത്, അപ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെട്ടത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് 7 വീക്സാണ് ശേഷിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നോക്കിയാൽ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ 7 ആഴ്ച എന്ന് പറയുന്നത് 49 വർഷങ്ങളാണ്. അതായത് യെരുശലേമിൽ ദേവാലയം പണിയുവാൻ വേണ്ടി അർത്തഹ്സസ് രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചതായ സമയം മുതൽ ആ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതായ സമയം വരെയാണ് നമ്മൾക്ക് ആ 49 വർഷം എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 62 ആഴ്ചകളാണ്. അതായത് 434 വർഷം. ആ ദേവാലയം പണിതിന് ശേഷമായിട്ട് 434 വർഷം ആണ് രണ്ടാമത്തെ സെറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ആ 62 ആഴ്ചകൾ എന്ന് പറയുന്നത്. ഈ 434 വർഷമെന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതായ ഒരു കാര്യമാണ്. മലാക്കി പ്രവചനം ഒടുവിൽ എഴുതിന് ശേഷമായിട്ട് ദൈവിക ദർശനമില്ലാതെ ഏകദേശം 400 വർഷങ്ങൾ അവിടെ ഡാർക്ക് പീരീഡായിട്ട് കിടന്നു എന്ന് നമ്മൾക്കെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 400ഉം പിന്നീട് ബാക്കിയുള്ളതായ സമയങ്ങളും കൂടെ ചേർത്ത് എന്ന് പറഞ്ഞാൽ ഈ ദേവാലയം പണിയുവാൻ വേണ്ടി യെരുശലേമിലേക്ക് കടന്നു വന്ന സെരുബാബേൽ, യസ്രായ, അതുപോലെ തന്നെ നെഹമ്യാവ്, പിന്നീട് സെക്കരിയാവ്, ഹഗ്ഗായി മുതലായ പ്രവാചകരുടെ കാലത്തിന് ശേഷമായിട്ട് 62 ആഴ്ചക്കാലം കൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 434 വർഷം കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ മശിഹ ഈ ലോകത്തിലേക്ക് വരുന്നത്. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നത്. അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത് അന്നാണ്. AD 33 അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ സോഫാർ 2 സെറ്റാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ 7 വീക്സ്, രണ്ടാമത്തേത് 62 വീക്സ് എന്ന് പറയുമ്പോൾ 69 വീക്സ് ഓൾറെഡി കഴിഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ചേർന്ന്. എന്നാൽ ഒരു വീക്ക് കൂടെ ലാസ്റ്റിലെ 70th വീക്കായ ലാസ്റ്റിലെ 1 വീക്ക് 7 ഇയേഴ്സ് കൂടെ സംഭവങ്ങൾ നടക്കുവാനായിട്ടുണ്ട്. അത് എപ്പോഴാണ് എന്ന് നമ്മൾക്ക് ഡെഫിനറ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുവാനായിട്ടോ സാധിച്ചിട്ടില്ല. അത് നടക്കുന്നതിനെക്കുറിച്ചുള്ള ആ 7 വർഷങ്ങളിൽ 2 അതിനെ വിഭജിച്ച് കഴിഞ്ഞാൽ അത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സമയമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത കഴിഞ്ഞിട്ട് വിശുദ്ധന്മാർ അവിടേക്ക് കടന്നുപോയി കഴിയുമ്പോൾ 70th വീക്കിലുള്ളതായ ലാസ്റ്റ് വീക്കിൻ്റെ, അതായത് 7 വർഷം
ആൻറ്റിക്രൈസ്റ്റ് ഈ ഭൂമിയിൽ ഭരിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. ഇവിടെ ആദ്യത്തെ 3.5 വർഷക്കാലം ഈ ആൻറ്റിക്രൈസ്റ്റ് ഈ ലോകത്തിലെ നേതാക്കന്മാരോടും രാജ്യങ്ങളോടും പ്രത്യേക ഇസ്രായേലിനോടും ഒരു നിയമം ചെയ്ത് ആലയം പണിയും. അങ്ങനെ ആ വ്യവസ്ഥയിൽ 3.5 വർഷക്കാലം വളരെ നയപരമായിട്ട് ആലയം പണിതിന് ശേഷമായിട്ട് 3.5 വർഷം കഴിയുമ്പോൾ അടുത്ത 3.5 വർഷക്കാലം ഭയങ്കരമായ മഹോദ്രകാലമായി തീരും എന്ന് വേദപുസ്തകത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ദേവാലയം പണിയുവാൻ വേണ്ടി ഈ ആൻറ്റിക്രൈസ്റ്റ് യഹൂദന്മാരെ സഹായിക്കുകയും തങ്ങളുടെ സഹായിയാണ് ആൻറ്റിക്രൈസ്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് അവനോട് കൈചേർത്ത് പിടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ദേവാലയത്തിൻ്റെ പണി കഴിയുമ്പോൾ അവൻ ആ ദേവാലയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ തന്നെ ദൈവമെന്ന് നടിച്ച് അവനെ വണങ്ങുവാനായിട്ട് ഇസ്രായേലിനോട് പറയുന്നതായ ഒരു സമയമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ ജനം എല്ലാം അവനുമായിട്ട് തെറ്റും. അപ്പോൾ ആൻറ്റിക്രൈസ്റ്റ് നിയമങ്ങളെ കഠിനമാക്കും, മഹോദ്രവം ഉണ്ടാകും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും. ഈ 70-ാമത്തെ വീക്കിനും 70-ാമത്തെ ആഴ്ചയ്ക്കും 69-ാമത്തെ ആഴ്ചയ്ക്കും ഇടയിൽ ഒരു ബ്രാക്കറ്റ് കാലമുണ്ട് എന്ന് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ബ്രാക്കറ്റ് കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ എന്താണ് അത് എടുത്തു പറയാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയം പ്രത്യേകാൽ പറഞ്ഞിരിക്കുന്നത് ദാനിയേലിനോടാണ്. ദാനിയേലിനോട് പറയുമ്പോൾ നിൻ്റെ ജനത്തിനും നിൻ്റെ നഗരമായ യെരുശലേമിനും ഉള്ളതായ കാര്യം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ ദേവാലയത്തിൻ്റെ പണി പറയുന്നു. പ്രവാചകന്മാരുടെയും ഇരുളടഞ്ഞതായ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇസ്രായേലിൻ്റെ മശിഹ ഇവിടേക്ക് വരുന്നു. മശിഹായെ ഇവിടെ ക്രൂശിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ അവിടെ ആ 62 വീക്കുകളും 62 ആഴ്ചകളും 7 ആഴ്ചകളും കൂടെ ചേരുമ്പോൾ 69 ആഴ്ചകൾ അന്നുകൊണ്ട് തീർന്നിട്ട് ഒടുവിലത്തെ ആഴ്ചയായ 70-ാമത്തെ ആഴ്ച ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ഈ 70-ാമത്തെ ആഴ്ചയ്ക്കും ഇടയിലുള്ളതായ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് സഭയുടെ ഒരു കാലഘട്ടമാണ്. അതൊരു ബ്രാക്കറ്റ് പീരിയഡാണ്. അത് എത്ര കാലമെന്ന് ആർക്കും ഫിഗർ ഔട്ട് ചെയ്യുവാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അത് ഡീകോഡ് ചെയ്യുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. കർത്താവ് യേശുക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട് എന്നാണ് കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരുന്നത്. ഈ സമയമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയമാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ, ലോകത്തിൽ എല്ലായിടവും സുവിശേഷം അറിയിച്ച് കഴിയുമ്പോൾ, നമ്മളുടെ കർത്താവ് മേഘത്തിൽ തൻ്റെ ജനത്തെ എടുക്കുവാനായിട്ട് കടന്നു വരും. അപ്പോഴാണ് ഈ 7-ാമത്തെ ആഴ്ചക്കാലം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ 70-ാമത്തെ വീക്ക് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. ആദ്യത്തെ 3.5 വർഷം വളരെ നയപരമായിട്ട് ആൻറ്റിക്രൈസ്റ്റ് ഈ യഹൂദന്മാരോട് ഇടപെടും, ദേവാലയം പണിയും. അതിനുശേഷമായിട്ട് താൻ ദേവാലയത്തിൽ ഇരുന്നിട്ട് താൻ ദൈവമെന്ന് നടിച്ച് തന്നെ ആരാധിക്കുവാനായിട്ട് പറയുമ്പോൾ അവിടെ യഹൂദന്മാരുമായിട്ട് തെറ്റും, വലിയ മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകും. അനേകം ആയിരക്കണക്കിന് ആൾക്കാരെ അവർ കൊന്നു കളയും. എന്നാൽ ഒടുവിൽ അതിൻ്റെ 70-ാമത്തെ ആഴ്ചക്കാലത്തിൻ്റെ ഒടുവിലായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ യെരുശലേമിലേക്ക് തൻ്റെ സഭയുമായിട്ട് കടന്നു വരും. ഒലിവുമലയിൽ തൻ്റെ കാൽ കുത്തും. ഒലിവുമല 2ആയി പിളരും. ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചിട്ട്, തൻ്റെ വായിലെ ശ്വാസത്താൽ നിഗ്രഹിച്ചിട്ട് യെരുശലേമിൽ തൻ്റെ വിശുദ്ധ നഗരം തൻ്റെ വിശുദ്ധ ജനത്തിനു വേണ്ടി പണിയും.
അന്ന് ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും സകല ജാതികളും ഇവിടെ യഹോവ ഉണ്ട് എന്ന് മനസ്സിലാക്കും. അങ്ങനെ ഈ ഭൂമിയിൽ ആ വിശുദ്ധന്മാരുടെ ഒരു നഗരമായിട്ട് അവിടെ ഭരണം കർത്താവ് നടത്തും എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പഠനമെന്ന് പറയുന്നത് ഈ 70 ആഴ്ചവട്ടം എന്നുള്ളതായ പ്രധാനമായ ആ വിഷയമാണല്ലോ. അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ ചെറിയ സമയം കൊണ്ട് എല്ലാം ഡീറ്റെയിലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവവചനത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിലായിട്ട് കൺഫേം ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കുന്നതിനുള്ളതായ സമയമല്ലല്ലോ ഇത് നമ്മൾ ഓരോ ലെസൺ എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പഠിക്കേണ്ടതായ സാഹചര്യമുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ ആ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടക്കാലം അവസാനിക്കുമ്പോൾ അതെങ്ങനെയാണ് അവസാനിക്കുന്നത്? നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യമായ ഈ ഭൂമിയിലേക്കുള്ള വരവോടുകൂടെയാണ് ആ 70 ആഴ്ചയുടെ കാലം അവസാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നാണ് പരസ്യമായിട്ട് തൻ്റെ സഭയുമായിട്ട് ഈ ലോകത്തിലേക്ക് ലോകം ഭരിക്കുവാൻ വേണ്ടി രാജാവായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നത്. അന്നാണ് ഈ 70 ആഴ്ചക്കാലത്തിൻ്റെ അവസാനം എന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന് മുമ്പായിട്ട് 69 ആഴ്ചകൾ കഴിഞ്ഞിട്ട്, അഥവാ 70ാമത്തെ ആഴ്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യമായ മേഘപ്രത്യക്ഷ എന്ന് പറയുന്നത്. അന്നാണ് സഭ എടുക്കപ്പെടുന്നത്, വിശുദ്ധന്മാരെല്ലാവരും എടുക്കപ്പെടുന്നത്. അടുത്ത 7 വർഷക്കാലം സ്വർഗത്തിൽ ആ വലിയ സെലിബ്രേഷൻ നടക്കുമ്പോൾ ഇവിടെ എടുക്കപ്പെടാത്തവർ ലോകത്തിൽ കഷ്ടപ്പെടുന്ന ചരിത്രമാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, ഇവിടെയും ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുമായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ഇവിടെ വിഷയങ്ങൾക്ക് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി അയച്ചതായ ദൂതനെ തടയുവാൻ വേണ്ടി പാർസി പ്രഭു അവിടേക്ക് കടന്നു വരുന്നു. അവൻ്റെ മറുപടി താമസിക്കുന്നു എന്ന് നമ്മൾക്ക് കാണുന്നു. എന്താണ് അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? നമ്മൾക്ക് എത്രമാത്രം ദൈവത്തോട് വളരെ അടുപ്പം ഉണ്ടെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ ദൈവം മറുപടി നമ്മൾക്ക് വേണ്ടി ദൂതന്മാരുടെ കയ്യിൽ അയക്കുമ്പോൾ അതിനെ തടയുന്നതായ സ്വഭാവം ഈ പിശാചിനുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഓരോ രാജ്യത്തിനും ഓരോ പട്ടണത്തിനും ഓരോ സ്റ്റേറ്റിനും ഈ സാത്താൻ അവരുടെ പ്രതിനിധികളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. പാർസി രാജ്യത്തിന് പാർസി പ്രഭുവുണ്ട്, ഇന്ത്യയുടെ സ്ഥലത്തിന് ഇന്ത്യയുടെ ഒരു സാത്താൻ്റെ പ്രഭുവുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ പ്രഭുക്കന്മാരെയും അതിന് കീഴിൽ അനേക സേവകാത്മാക്കളെയും സാത്താൻ നിർത്തിയിട്ടുണ്ട്. കാരണം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെയൊക്കെ ഒന്ന് തടയുവാനും അതിനുള്ള ആൻസറൊക്കെ അവർക്ക് കിട്ടാതെ ഇരിക്കുവാനും അവരെ പരിഭ്രമത്തിലേക്ക് നടത്തുവാനും വേണ്ടിയാണ് പിശാച് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ പ്രധാന ദൂതനായ മീഖായേൽ അവിടെ കടന്നു വന്ന് പടവെട്ടി അവരെ തോൽപ്പിക്കുന്നു. അവിടെ ഈ ദാനിയേലിന് ദൈവത്തിൻ്റെ ദൂത് ലഭിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലോക രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ളതായ വിശദീകരണങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ തുടർന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേലിൻ്റെ 3ഉം 4ഉമായിട്ടുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും
പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. എന്നിട്ട് ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിൽ മുദ്രയിടുക. അന്ത്യകാലം വരെ ഈ പ്രവചനങ്ങളെ അടച്ച് മുദ്രയിടുക. കാരണം ഈ അന്തിക്രിസ്തുവിൻ്റെ കാലം, ഈ മൃഗങ്ങളുടെ കാര്യങ്ങൾ, ഇതൊക്കെയും ദാനിയേൽ എഴുതുമ്പോൾ അതൊക്കെ വരുവാനുള്ളതായ, സംഭവിപ്പാനുള്ളതായ കാര്യമാണ്. പുറകിൽ നിന്നുകൊണ്ടാണ് അവൻ കാണുന്നത്. പുറകിൽ നിന്ന് ഓരോരോ രാഷ്ട്രങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ബാബിലോൺ രാഷ്ട്രം ഇങ്ങനെ കടന്നു വരുന്നു. അതിന് ശേഷമായിട്ട് ഇതുപോലെ മേദ്യ പേർഷ്യ രാജ്യം കടന്നു വരുന്നു. അതിനുശേഷമായിട്ട് അവൻ അകലേക്ക് നോക്കുമ്പോൾ അവിടെ ഗ്രീസ് രാജ്യം കടന്നു വരുന്നു. അതിനുശേഷമായിട്ട് അവൻ നോക്കുമ്പോൾ ഇതാ റോമൻ രാജ്യം കടന്നു വരുന്നു. അതിനുശേഷമായിട്ട് അവൻ നോക്കുമ്പോൾ ഡെമോക്രസി ഇവിടെയൊക്കെ കടന്നു വരുന്നു. അങ്ങനെ ആ ക്രമത്തിൽ നോക്കുന്നതായ ഒരു കാഴ്ചയാണ് അവന് മുൻപോട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ യോഹന്നാൻ കാണുന്നതായ ദർശനം എന്ന് പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ച് കഴിച്ചതിന് ശേഷമായിട്ട് അവൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ നേരെ തിരിച്ചാണ് കാണുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ മുൻപിൽ നിന്ന് നോക്കുമ്പോൾ ഓരോന്നോരോന്ന് ഒടുവിൽ വന്ന രാജ്യങ്ങൾ ആദ്യം കാണുന്നു. പിന്നീട് അതിനു മുമ്പുണ്ടായിരുന്ന രാജ്യങ്ങൾ, ഇങ്ങനെ ആ ക്രമത്തിൽ മുമ്പിൽ നിന്നും പുറകോട്ട് കാണുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണുന്നത്. ഇവിടെ ദാനിയേലിനോട് പറയുന്നു, നീ ഈ പുസ്തകം, പ്രവചനം എഴുതി മുദ്രയിടുക. അത് ബുദ്ധിമാന്മാരൊക്കെ വായിച്ച് മനസ്സിലാക്കട്ടെ. എന്നാൽ യോഹന്നാൻ്റെ പുസ്തകമായ വെളിപ്പാടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുക, അതഴിക്കുക, അത് കാണുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 12:13 വാക്യം, ഒടുവിൽ ഈ ഭക്തനായ ദാനിയേലിനെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? പ്രൈസ് ഗോഡ്. ഈ 12 വാക്യം അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ കൺക്ലൂഷനായിട്ട് ദൈവം ദാനിയേലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഒരു വലിയ പ്രത്യാശ, ഉയർപ്പിൻ്റെ പ്രത്യാശ ദാനിയേലിന് കൊടുത്തിട്ടാണ് ദൈവം ഈ പുസ്തകം ഇവിടെ നിർത്തുവാനായിട്ട് പറയുന്നത്. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്രമത്തിന് വേണ്ടി പൊയ്ക്കൊള്ളുക. എന്നാൽ നീ എഴുന്നേറ്റ് വരുന്നതായ ഒരു ദിവസമുണ്ട്, അത് കാലത്തിൻ്റെ അവസാനത്തിങ്കലാണ്. അന്ന് നിനക്ക് ഓഹരി ലഭിക്കാനായിട്ട് നീ വരുമ്പോൾ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് ദാനിയേലിൻ്റെ ഓഹരി കൊടുക്കുമ്പോൾ തന്നോട് ചേർന്ന് പ്രവർത്തിച്ചതായ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായ എല്ലാ തൻ്റെ ദാസന്മാർക്കും ഈ കർത്താവ് ഓഹരി കൊടുക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസും അങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായിട്ട് കർത്താവ് വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, ഈ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ആ വിശ്വാസം കാത്ത് മുൻപോട്ട് പോകുന്ന എല്ലാവർക്കും അത് നൽകിക്കൊടുക്കും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതായ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, വി ആർ ലിവിങ് ഇൻ ദി ക്ലൈമാക്സ് ഓഫ് ദി ചർച്ച് ഏജ്. നമ്മൾ ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞതിന് ശേഷമായിട്ട് 70ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുന്നതിനും ഇടയ്ക്കുള്ളതായ സമയം. എന്നാൽ 70ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുവാൻ ഇനിയും ഏതാനും ചില ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് റെഡിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. പ്രൈസ് ഗോഡ്. എന്താണ് നമ്മൾ ഈ ഭാഗത്തിൽ നിന്നും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ടത്? നമ്മളെല്ലാം പാപം ചെയ്തവരാണ്. നീയും ഞാനും പാപികളായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്
പാപക്ഷമ പ്രാപിച്ച് കർത്താവിനാൽ രക്ഷ പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരായി നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ അന്നത്തെ ആ ഉയർപ്പിൽ നമ്മൾ പങ്കാളികളായി തീരും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതായ കാര്യം. പ്രൈസ് ഗോഡ്. ഈ പ്രവചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വലിയ ബുദ്ധിമാന്മാർക്കൊക്കെ അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നത് അല്ലായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒത്തതല്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ നമ്മൾ ആത്മീയമായ വിഷയം പഠിക്കുന്നവർക്ക് ആത്മീയമായി വളരെ വിലയേറിയതാണ്. ആത്മീയമായ നമ്മളുടെ വിഷയങ്ങൾക്ക് ഉതകുന്നതാണ് ഈ വിഷയങ്ങളെന്ന് പറയുന്നത്. അത് നമ്മളുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ്. നമ്മൾ എവിടെ ആയിരിക്കുന്നുവെന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നതാണ് ഈ പ്രവചനങ്ങൾ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ 70-ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കർത്താവിൻ്റെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ സഭയുടെ ഉയർപ്പ് എന്ന് പറയുന്നത്. ആ ഉയർപ്പ് വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവെ, ആ ഉയർപ്പ് വരുമ്പോൾ ഞാൻ കൈവിട്ടു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. ഈ 70-ാമത്തെ ആഴ്ചവട്ടമായ ആൻറ്റിക്രൈസ്റ്റിൻ്റെ സമയത്തുള്ളതായ ആ ഭരണത്തിന് കീഴിൽ ഞാൻ ഒരിക്കലും ആയിപ്പോകരുത്. അവൻ്റെ ഭരണത്തിൽ ഉള്ളതായ കഷ്ടത്തിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും കടന്നു പോകാൻ ഇടയാകാതെ അതിന് മുമ്പായിട്ട് തന്നെ കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടുവാനായിട്ട് സാധിക്കണം. അതായിരിക്കണം നമ്മളുടെ ഉറപ്പ്, അതായിരിക്കണം നമ്മളുടെ പ്രത്യാശ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് കൊണ്ട് അത് നമ്മൾ വർത്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ ക്രമമായി പഠിക്കുമ്പോൾ അത് പല കാര്യങ്ങളും നമ്മൾക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ള റോങ്ങായിട്ടുള്ളതായ പഠിപ്പിക്കലുകളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ കൾട്ട് ആയിട്ടുള്ളതായ റിലീജിയൻസൊക്കെ വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് മറ്റ് ഭാഗങ്ങളൊന്നും കാണിക്കാതെ പറയുമ്പോൾ പല ആൾക്കാരും, ഈവൻ ക്രിസ്ത്യാനികൾ പോലും ഇന്ന് കൺഫ്യൂസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഇതാ യഹോവ സാക്ഷികൾ വീടുകളിലൊക്കെ കയറി ഇറങ്ങി അനേകം ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ടുള്ള ഒരു വിഷയം, നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അവർക്ക് വിശ്വാസമില്ല. അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, അവൻ ഒരു ദൈവത്തിൻ്റെ ദൂതനായിരുന്നു, അവനാണ് ഇവിടേക്ക് കടന്നു വന്നത് എന്നുള്ളതായ അങ്ങനെയുള്ളതായ പഠിപ്പീരാണ് അവരെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതായി നമ്മൾക്കറിയാനായിട്ട് സാധിക്കും, നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ തന്നെയാണ് സൃഷ്ടിതാവ്. ഈ മൂന്ന് തൃത്വം എന്ന് പറയുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവമാണ്. ആരും തന്നെ കുറഞ്ഞ ലെവലിൽ ഉള്ളവരല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരേണ്ടത് നമ്മളുടെ മനുഷ്യരൂപം എടുക്കണമായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ, മനുഷ്യരൂപം എടുത്ത ഒരാൾക്ക് മാത്രമേ രക്ഷ നിവർത്തിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ മരണം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നത്. അവൻ രക്ഷിക്കുവാൻ വേണ്ടി ആ ഒരു ഓഫീസ് എടുത്തതാണ്. അങ്ങനെയാണ് ട്രിനിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഉൽപ്പത്തി മുതൽ പല വേദഭാഗങ്ങളിലും എല്ലാ വേദ പുസ്തകങ്ങളിലും നമ്മൾക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും വരവിനെക്കുറിച്ചും അവൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും അവൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതായ പ്രവചനങ്ങളെല്ലാം വളരെയധികമായിട്ട് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഓരോ വിഷയങ്ങളും സ്ക്രിപ്ചർ ഇൻ്റർപ്രറ്റ് സ്ക്രിപ്ചർ എന്നാണ്. അപ്പോൾ പല പുസ്തകങ്ങൾ നമ്മൾ ഒന്നിച്ച് വായിച്ച് ഒരു ആൻസർ ഒരിടത്തില്ല എങ്കിൽ മറ്റൊരിടത്ത് അതിൻ്റെ ആൻസർ നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിച്ചും ഉറപ്പാക്കിയും കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ 43-ാമത്തെ ലെസൺ പഠിക്കും. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം.
No. You must use a new quill when you write his name.